ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അക്കൗണ്ടിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ടോപ്പിക്കാണിത്. സോ എന്താണെന്ന് നോക്കാം. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ മീൻസ് ആൻ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് റവന്യൂ ഇൻ നാച്ചർ ബട്ട് ഇറ്റ്സ് ബെനിഫിറ്റ് ഈസ് റിസീവ്ഡ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിങ് ഇയർ. അതായത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെൻഡിച്ചറാണ്. ഏത് നാച്ചറാണ് അതിൻ്റെ? റവന്യൂ നാച്ചർ തന്നെയാണ്. നോർമലി നമുക്കറിയാം റവന്യൂ നാച്ചറിലുള്ള എക്സ്പെൻസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിങ്ങിലാണ്. അത് ആ ഇയറിൽ തന്നെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് എന്തുകൊണ്ടാണ് ഇതിനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇറ്റ്സ് ബെനിഫിറ്റ് ഈസ് റിസീവ്ഡ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ട് ഇയർ. അതായത് റവന്യൂ നാച്ചറാണ് ഈ എക്സ്പെൻസിന് എങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് 2 അല്ലെങ്കിൽ 3 4 വർഷത്തേക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇത്തരം എക്സ്പെൻഡിച്ചറിനെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് വലിയ വലിയ കമ്പനീസൊക്കെ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ കല്യാണം ആയിക്കോട്ടെ, ജോസ് ആലുക്കാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള സൈലൊക്കെ ആയിക്കോട്ടെ, അവരൊക്കെ ഹ്യൂജ് എമൗണ്ട് അവരുടെ അഡ്വർടൈസ്മെൻറ്റിനായിട്ട് സ്പെൻഡ് ചെയ്യും. പക്ഷേ ഒറ്റ ഇയറിൽ അവർ ആ ഫുൾ എമൗണ്ട് അവരുടെ എക്സ്പെൻസായി കാണിക്കുമോ? ഇല്ല. അതവർ റെക്കോർഡ് ചെയ്യുക അവരുടെ ബാലൻസ് ഷീറ്റിൽ ഫിക്റ്റീഷ്യസ് അസറ്റായിട്ടാണ്. എന്നിട്ട് ഓരോ കൊല്ലം അതിന്ന് കുറച്ച് എമൗണ്ട് എക്സ്പെൻസായിട്ട് ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഇപ്പോൾ 1,00,000 രൂപ അവർ എക്സ്പെൻസായിട്ട് ഈ വർഷം സ്പെൻഡ് ചെയ്താൽ അവർ ഈ 1,00,000 രൂപയും ഈ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല. അത് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. എന്നിട്ട് ഒരു വർഷം 20,000, പിന്നെ അടുത്ത വർഷം 20,000, അങ്ങനെ 5 വർഷം കൊണ്ട് ആ 1,00,000 രൂപ തീർക്കുകയാണ് ചെയ്യുക. അതിനെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതാണ് അടുത്ത വരിയിൽ പറയുന്നത്. ഇറ്റ് ഈസ് റിട്ടേൺ ഓഫ് ഓവർ സെവറൽ ഇയേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ചാർജിങ് ഫുൾ എമൗണ്ട് ഇൻ 1 ഇയർ. ഒരു ഇയറിൽ ഫുൾ എമൗണ്ട് ചാർജ് ചെയ്യണതിന് പകരം കുറച്ചായിട്ട് പല വർഷങ്ങളിലായിട്ട് റൈറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റവന്യൂ എക്സ്പെൻസ് ഹാവിങ് ലോങ് ടേം ബെനിഫിറ്റ് ഈസ് കാൾഡ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് റവന്യൂ എക്സ്പെൻസ് ആയിരിക്കും, പക്ഷേ അതിനെന്തായിരിക്കും? ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അത്തരം എക്സ്പെൻഡിച്ചറിനെയാണ് സിമ്പിളായിട്ട് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഷോൺ ആസ് ഫിക്റ്റീഷ്യസ് അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഫിക്റ്റീഷ്യസ് അസറ്റായിട്ടാണ് ഇത്തരം എക്സ്പെൻസുകളെ കാണിക്കുക. ഇനി ഇതിൻ്റെ ഈ ഫിക്റ്റീഷ്യസ് അസറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അതായത് കാണാനോ തൊടാനോ പറ്റില്ല. അതേപോലെ തന്നെ റിയൽ വാല്യൂ ഉണ്ടാവില്ല. പക്ഷേ അവയ്ക്ക് ചില ടെക്നിക്കൽ റീസൺ കാരണം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നു. അത്തരം അസറ്റുകളെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ഫോർ ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ഹ്യൂജ് എക്സ്പെൻസ്. അതേപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപുള്ള എക്സ്പെൻസ്, ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എത്തുന്നതിന് മുന്നേ ഉള്ള എക്സ്പെൻസ്. അതേപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻസ് വിത്ത് ഫ്യൂച്ചർ ബെനിഫിറ്റ്. ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻസസുകൾ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ പറഞ്ഞു ഇതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതായത് നോർമലി ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴാണ് നമ്മൾ 2 or more ഇയർ റെക്കോർഡ് ചെയ്യാറ്. പക്ഷേ ഇതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ കൂടി അതിൻ്റെ ബെനിഫിറ്റ് ഫ്യൂച്ചർ ഇയർക്ക് ഉണ്ടാവുകൊണ്ടാണ് അതിനെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ബെനിഫിറ്റ് അവൈലബിൾ ഫോർ മെനി ഇയേഴ്സ്. കുറേ വർഷത്തേക്ക് നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ ഒരു ടോട്ടൽ എക്സ്പെൻസിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യാറുള്ളൂ. റിമൈനിങ് എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുകയാണ് ചെയ്യാറ്. ഷോർട്ടായി പറയുകയാണെങ്കിൽ റവന്യൂ എക്സ്പെൻസസ് ആണ് ഹാവിങ് ലോങ് ടേം ബെനിഫിറ്റ് ഈസ് കാൾഡ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. താങ്ക് യു.